നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാം ഈ മാസം 23-ാം തീയതി തുടങ്ങുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ പഠിക്കുന്ന കാര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ എന്തായാലും പഠിക്കുന്നതിനെ കുറിച്ച് ഒരു മീൻസ് ചെറിയൊരു രീതി കൂടെ പോലും പുറകോട്ട് പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ചെയ്യുന്ന വർക്കുകൾ, നിങ്ങൾ ചെയ്യുന്ന ഈ കഷ്ടപ്പാടുകൾ, പഠിക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പാടുണ്ടല്ലോ, അത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷം വളരെ ഇരട്ടിച്ച് പോകാനുള്ളൊരു അവസരമാണ്. നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ പല കാരണങ്ങളാൽ, ചിലപ്പോൾ മടി കാരണം പഠിക്കുന്നത് ഒരു ദിവസം നാളത്തേക്ക് വെക്കാം. ഒരിക്കലും ചെയ്യല്ല. ഇന്നെന്തെങ്കിലും പഠിക്കാനുണ്ടെന്ന് തോന്നിയാൽ ഇന്ന് തന്നെ തീർത്തിട്ടേ കിടക്കാവുള്ളൂ. എനിക്കത് മാത്രമേ പറയാവുള്ളൂ. നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ റിവിഷന് നല്ല രീതിയിൽ കൂടെ കിട്ടും. ക്വസ്റ്റ്യൻ ഇത്തിരി ടഫാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അതുകൊണ്ട് ലാസ്റ്റ് നിമിഷത്തേക്ക് ഒരിക്കലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. ഓക്കെ, നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാൻ വയ്യ എന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് ചെയ്തു തരും, എക്സാമിന് കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇതേപോലുള്ള ക്ലാസ്സുകളൊക്കെ അത് കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങളെ ഉറപ്പായിട്ടും ജയിപ്പിച്ച് തരുന്ന രീതിക്കുള്ള ക്ലാസ്സും അതിനോടൊപ്പം വേണ്ട നിർദ്ദേശങ്ങളും പിന്നെ നോട്ട്സുകളും പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജുകളും എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. f(x) = sin x, ഓക്കെ. g(x) √x, അതും ഓക്കെ അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ f കോമ്പോസിഷൻ g(x), g കോമ്പോസിഷൻ f(x), ഇതും കണ്ടിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാര്യം അല്ലേ? അവനെ ഇപ്പൊ തീർത്തേക്കാം. അപ്പൊ നമുക്ക് ആദ്യം f കോമ്പോസിഷൻ g, മോനെ ഇതിനൊരു ഫോർമുല ഉണ്ട്. ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് f(g(x). ഇങ്ങനെ എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. f(g). അപ്പൊ ഇവിടെ f(g) എത്രേ ഉള്ളൂ? f(g(x). നെക്സ്റ്റ് ഈ f ഇട്ട ശേഷം ബ്രാക്കറ്റിൽ g(x). g(x) ഇവിടെ നോക്കിക്കാൻ മോനെ √x, അത്രേ ഉള്ളൂ. അപ്പൊ f ആരെന്നായി? √x എന്നായി. കുഴപ്പമില്ല, ഇത്രയൊക്കെ ഓക്കെ ആണ്. f(√x) എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ, വാട്ട് ഈസ് f(x)? f(x) ആരാ മോനെ? sin x. നമ്മുടെ പഴയ കാലങ്ങളിൽ f(x) = x² തന്നു കഴിഞ്ഞാൽ f(3) എങ്ങനെയാ മോനെ ചെയ്തുകൊണ്ടിരുന്നത്? എളുപ്പം പറ. f(x) x², then what is f(3) എന്ന് പറഞ്ഞാൽ x-ന്റെ സ്ഥാനത്ത് 3 ആയി. അപ്പൊ ഈ x-ന്റെ പ്ലേസിൽ 3 കൊടുക്കും. അപ്പൊ ആൻസർ നിങ്ങൾ എന്തായിരിക്കും എഴുതുന്നത്? 3². അപ്പൊ f(നുള്ളിൽ ഇവിടെ നോക്കിയാണ് കിടക്കുന്നത്? ഈ 3 പോലെ കിടക്കുന്നത് ഇവിടെ ഇപ്പൊ √x ആ മോനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? f(x)നെ നോക്കണം. f(x) ഇവിടെ ആരാ മോനെ? sin x. എന്നിട്ട് ഈ x-ന്റെ പ്ലേസിൽ നിങ്ങൾ ആരെ എഴുതണം? √x എന്ന് മാറ്റി എഴുതണം. നോക്കിക്കേ, f(x) x², f(3) 3². അപ്പൊ x മാറി 3 ആയി. ഇവിടെ x മാറി, ഈ x മാറി √x ആവും. അപ്പൊ sin √x, അത്രേ ഉള്ളൂ കേട്ടോ. sin √x കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് പഠിച്ചെങ്കിലല്ലേ അറിയുള്ളൂ. ഇപ്പൊ പഠിച്ചാലോ? ഓക്കെ ആണല്ലോ. ഇതേപോലെ നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളെ സെലക്ട് ചെയ്ത് ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പഠിച്ചാൽ എളുപ്പം മുന്നിലെത്തി എക്സാം ജയിച്ചിട്ട് വരാം. ഓക്കെ, അല്ലാതെ ഞാൻ കുറെ പഠിച്ചു പക്ഷെ ഇതൊന്നും അല്ല പരീക്ഷയ്ക്ക് വന്നത്, ക്വസ്റ്റ്യൻ ടഫാ എന്നൊക്കെ നമ്മൾ കരഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ആക്ട് ചെയ്യണം, ആക്ഷൻസ് ആയിരിക്കണം ഏറ്റവും നന്നായിട്ട് വേണ്ടത്. അത് കൃത്യതയോടെ ആവുമ്പോൾ എളുപ്പം നമുക്ക് സക്സസ് ആവാൻ ഈസി ആവും. ഓക്കെ, നെക്സ്റ്റ് ആരാമനെ? ജി കോമ്പോസിഷൻ f(x) = g(f)(x). അതേ ഉള്ളൂ. f കോമ്പോസിഷൻ f(g(x), g കോമ്പോസിഷൻ g(f)(x). എന്നിട്ട് g എഴുതുക, ബ്രാക്കറ്റിൽ f(x). വാട്ട് ഈസ് f(x)? sin x അല്ലേ? അപ്പൊ g(sin x) എന്ന് കിട്ടി. ഈ g(sin x) കിട്ടാൻ നമ്മൾ ആരെ നോക്കണം? g(x) എന്നെത്താം. g(x) ആരാ മോനെ? √x ആണ് അല്ലേ? പിന്നെ ഞാൻ പഴയ പോലെ ഒന്നുകൂടെ ഒന്ന് പോവാണ്. ഇപ്പൊ g(x) = √x എന്ന് വന്നിട്ടേ ഒരാൾ പറയാ, എടാ g(4) ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? g(x) √x. g(4) എന്ന് പറയുമ്പോൾ x മാറി 4 ആയി. അയ്യോ, അങ്ങനെയാണെങ്കിൽ x മാറ്റി 4 ആക്കടാ എന്നേ ഇത്രേ ഉള്ളൂ. അപ്പൊ അപ്പൊ എന്ത് വരും? √4 അല്ലേ? g(7) എത്ര? g(7) √7. g(8) എത്ര? √8. അപ്പൊ g(sin x) എത്ര? √sin x. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. കാരണം g(x) എന്ന് പറഞ്ഞാൽ √of എന്നാണ് തുടങ്ങിയേക്കുന്നത് അല്ലേ?
അപ്പൊ ജി ഓഫിനുള്ളിൽ ഈ ആര് വന്നാലും ആൻസർ എന്നാ തുടങ്ങുന്നത് റൂട്ട് ഓഫ്. എന്നിട്ട് ഈ ഇവിടെ എക്സ് വന്നപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ ഇപ്പൊ എക്സ് മാറി സൈൻ എക്സ് ആയിക്കഴിഞ്ഞാൽ ഈ എക്സ് മാറ്റി എന്താക്കണം, സൈൻ എക്സ് ആക്കണം, കഴിഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല, പഠിക്കാൻ അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസുകൾ കളക്ഷനായിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടി പഠിക്കുക. എക്സാം അല്ലാതെ ഫുൾ ചാപ്റ്റർ പഠിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും പോകാൻ പറ്റില്ലെന്ന് മാത്രമല്ല, പഠിച്ചു ജയിക്കാനും പാടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഷോർട്സ് ഒക്കെ നമ്മുടെ വരുന്നുണ്ട്, അതും നോക്കുക. പിന്നെ ജോയിൻ ചെയ്ത് ഫുൾ ചാപ്റ്റർ ഫുൾ ജയിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്താൽ മതി. നിങ്ങളെ ജയിപ്പിക്കുന്നതായിട്ട് ഉറപ്പിച്ച് നിങ്ങളെ ജയിപ്പിച്ചിരിക്കും. പിന്നെ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ ഇതിന്റെ കൂടെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കും അറിയാം പഠിക്കണമെന്ന്. ഇനി ഞാൻ പറഞ്ഞു തന്നെ പഠിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തരും അതിന്റെ ഉത്തരവാദിത്തം കാണിച്ചിരിക്കണം. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.